ഡിയർ സ്റ്റുഡൻസ്, 8ാം ക്ലാസ്സിലെ 4ാമത്തെ ചാപ്റ്ററായ ബാബ और ബാബ की ചടിയാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഗുൽസാർ എഴുതിയ ഒരു കവിതയാണ് ബാബ और ബാബ की ചടി. ബാബയും ബാബയുടെ ചടി മീൻസ് സ്റ്റിക്ക്, വടിയും. ബാബ മീൻസ് അപ്പൂപ്പൻ, അപ്പൂപ്പനും അപ്പൂപ്പൻ്റെ സ്റ്റിക്കും വടിയും. ഒരു സിമ്പിളായിട്ടുള്ളൊരു കവിതയാണ്, ശ്രദ്ധിക്കുക. साथ साथ चलते हैं दोनों बाबा और बाबा की चड़ी. साथ साथ चलते हैं, साथ साथ മീൻസ് ഒരുമിച്ച്, ചലത്തെ ഹി നടക്കുന്നു, ദോനോ രണ്ടുപേരും, ബാബ और ബാബ की ചടി രണ്ടുപേരും ഒരുമിച്ച് നടക്കുന്നു. ആരൊക്കെ? ബാബയും ബാബയുടെ സ്റ്റിക്കും വടിയും. അപ്പം ബാബയ്ക്കൊരു ഹെൽപ്പാണ്, സപ്പോർട്ടാണ്, ആശ്രയമാണ് ബാബയുടെ വടി. പിക്ചറിലേക്ക് നോക്കൂ, നമുക്ക് കാണാൻ കഴിയുന്നില്ലേ? ഒരു പ്രായമായ അപ്പൂപ്പനും വടിയും. അപ്പൂപ്പൻ്റെ ആശ്രയമാണ് ആ വടി. അപ്പം നോക്കിയേ, പഹലെ വോ कहते हैं ചൽ, ചൽ ബാഹർ ചലത്തെ ഹേ. പഹലെ ആദ്യം, വോ വോ മീൻസ് വഹ എന്നുള്ള അർത്ഥം. വോ कहता है അവൻ പറയുന്നു, ചൽ നടക്ക്, ചൽ ബാഹർ ചലത്തെ ഹേ നടക്ക്, വെളിയിലേക്ക് നടക്കാൻ. और ഉഠാ ലേത്തെ ഹേ എന്നിട്ട് എടുക്കുന്നു, ചടീക്കു വടിയെ എടുക്കുന്നു. അപ്പോൾ ആരാണ് വടിയെ എടുക്കുന്നത് മനസ്സിലായല്ലോ. അപ്പോൾ ആദ്യം വോ എന്ന് പറയുന്ന ആരെയാണ്? അപ്പൂപ്പനെയാണ് അല്ലേ. പഹലെ വോ कहते हैं, ആദ്യം ഇവിടെ വോ എന്ന് പറയുന്നത് ബാബയാണ്. എന്താണ് പറയുന്നത്? ചൽ ചൽ ബാഹർ ചലത്തെ ഹേ വെളിയിലേക്ക് നടക്കാൻ. और ഉഠാ ലേത്തെ ഹേ ചടീക്കു എന്നിട്ട് വടിയെ എടുക്കുന്നു. ബിസ്തർ പർ ജോ ലേറ്റി ഹുയി ഥി, വടി എവിടെ കിടക്കുന്നത്? ബിസ്തർ, ബിസ്തർ മീൻസ് ബെഡ്, കിടക്കയിൽ. ജോ ലേറ്റി ഹുയി ഥി കിടക്കയിൽ കിടക്കുന്ന വടിയെടുക്കുന്നു. ഫിർ എന്നിട്ട്, വോ രണ്ടാമത് വന്നത് വോ, അതാരാണ്? വടി. ഉസ്കാ ഹാത്ത് പകടുക്കേ, ഉസ്കാ ഹാത്ത് മീൻസ് ഇവിടെ നമ്മുടെ ബാബയുടെയാണ്, ബാബയെ പറ്റി പറയുകയാണ്. വടി എന്നിട്ട് ഉസ്കാ ഹാത്ത് പകടുക്കേ അപ്പൂപ്പൻ്റെ കൈ പിടിച്ച്, ബാഹർ ലാത്തി ഹി അപ്പൂപ്പൻ്റെ കൈ പിടിച്ച് വെളിയിലേക്ക് കൊണ്ടുവരുന്നു. സാത്ത് സാത്ത് ചലത്തെ ഹേ ദോനോ രണ്ടുപേരും നടക്കുന്നു. ബാബ और ബാബ की ചടി ബാബയും ബാബയുടെ സ്റ്റിക്കും വടിയും. അപ്പോൾ ആദ്യം പറയുന്നു, ആദ്യം ആരാ പറയുന്നത്? വോ कहता है. അപ്പോൾ ആദ്യത്തെ വോ ആരാണ്? അപ്പൂപ്പനാണ് അല്ലേ, ബാബയാണ്. പിന്നീട് 4ാമത്തെ വരിയിൽ വന്ന വോ ആരാണ്? ചടിയാണ്. ഫിർ വോ ഉസ്കാ ഹാത്ത് പകടുക്കേ എന്നിട്ട് വടി നമ്മുടെ ബാബയുടെ പിടിച്ചുകൊണ്ട് പുറത്തേക്ക് കൊണ്ടുവരുന്നു. ഇനി അടുത്ത പേജിൽ, ചടി ഭഗാ ദേത്തി ഹേ കോയി ഗലി കാ കുത്താ പോങ്കെ തോ. ചടി ഭഗാ ലേത്തി ഹേ വടി ഓടിക്കുന്നു, കോയി ഏതെങ്കിലും, ഗലി കാ കുത്ത ഗലി മീൻസ് തെരുവ്, തെരുവിലെ പട്ടി, പോങ്കേത്തോ കുരയ്ക്കുമ്പോൾ. അപ്പം പട്ടി വന്നാൽ എന്ത് ചെയ്യും? നമ്മുടെ കയ്യിൽ വടിയുണ്ടെങ്കിൽ ആ വടി കൊണ്ട് തന്നെ ഓടിക്കും അല്ലേ. അങ്ങനെ ചടി ഓടിക്കുകയാണ് ഏതെങ്കിലും പട്ടി കുരച്ചുകൊണ്ട് വന്നാൽ. ബാഗ് തലക് ജാത്തേ ഹേ ദോനോ, ബാഗ് മീൻസ് ബാഗ് പൂന്തോട്ടം, തോട്ടം എന്നൊക്കെയുള്ള അർത്ഥം. തലക് വരെ, പൂന്തോട്ടം വരെ, ജാത്തേ ഹേ ദോനും രണ്ടുപേരും പൂന്തോട്ടം വരെ പോന്നു. ധഗ് ജായേത്തോ ക്ഷീണിക്കുമ്പോൾ, ധഗന ക്ഷീണിക്കുക, ബാബ അക്സർ ഒരുപക്ഷേ, ചടി പേ മാതാ ടേക്ക് കെ ബെഞ്ച് പേ ബൈട്ട് ഫി ജാത്താ ഹേ. ചടി വടി, പേ പേ മീൻസ് എന്താണ് ഇവിടെ? പറ എന്നുള്ള അർത്ഥം, മുകളിൽ, വടിയുടെ മുകളിൽ. മാതാ ടേക്ക് കെ വടിയുടെ മുകളിൽ ഇങ്ങനെ പിടിച്ചിട്ട്, ബെഞ്ച് പേ ബൈട്ട് ഫി ജാത്താ ഹേ ബെഞ്ചിലിങ്ങനെ ഇരിക്കുന്നു. അപ്പോൾ അത് നമുക്ക് പേജ് നമ്പർ 37 കാണാമല്ലോ. ബെഞ്ചിലിങ്ങനെ ഇരിക്കുന്നു. ആര്? അപ്പൂപ്പൻ ഇങ്ങനെ, ബാബ ഇങ്ങനെ ഇരിക്കുകയാണ്. ക്ഷീണിക്കുമ്പോൾ അപ്പൂപ്പൻ ഇങ്ങനെ വടിയിൽ ഇങ്ങനെ തലവെച്ചിങ്ങനെ ഇരിക്കുന്നു. ചടി ഭി ഉടുക്കർ കഭി കഭി ബാബാ കോ ദിഖാത്തി ഹേ. ചടി എന്നിട്ട് എണീച്ചിട്ട് എന്താ ചെയ്യുന്നത്? കഭി കഭി ചിലപ്പോൾ, ബാബാക്കോ ദിഖാത്തി ഹേ ബാബയെ കാണിക്കുന്നു. എന്താണ്? നയാ നയാ ജ ബൗറായാ ഹേ നയേ നയേ പേടോം പർ. നയ പുതിയത്, പുതിയ പുതിയ, ജോ ബൗർ ബൗർ മീൻസ് എന്താണ്? മാമ്പൂക്കൾ.
ഉണ്ടാവും, മാവേലെ പൂക്കൾ ഉണ്ടാകത്തില്ലേ, മാമ്പൂക്കൾ. ജോ നയേ നയേ പേടോം പർ, പുതിയ പുതിയ വൃക്ഷങ്ങളിൽ പുതിയ പുതിയ പൂക്കൾ വരുന്നതൊക്കെ കാണിക്കുന്നു. ഇപ്പം ജീവിതത്തിലെ പുതിയ പുതിയ അനുഭവങ്ങൾ കവി ഇവിടെ പറയുകയാണ്. ഇതിലൂടെ, ഈ കവിതയിലൂടെ കവി നമുക്കൊരു മെസ്സേജ് കൂടെ തരികയാണ്. ജീവിതത്തിലെ ഓരോരോ അനുഭവങ്ങൾ, പുതിയ പുതിയ അനുഭവങ്ങൾ, ഇതിങ്ങനെ ഈ കവിതയിലൂടെ നമ്മളെ കാണിക്കുകയാണ്. एक कदम जब वो चलती है, एक कदम वो चलता है, बाबा और बाबा की छड़ी. एक कदम जब वो चलती है, ഒരു സ്റ്റെപ്പ് वो चलती है, അത് നടക്കുമ്പോൾ, एक कदम वो चलता है, ഒരു സ്റ്റെപ്പ് അത് നടക്കുമ്പോൾ, ഒരു സ്റ്റെപ്പ് അത് നടക്കുന്നു. ബാബ ഓർ ബാബ की छड़ी. ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കാം അല്ലേ. ഏക് കദം ജബ് വോ ചൽത്തി ഹി, ഒരു സ്റ്റെപ്പ് നടക്കുമ്പോൾ, ആര്, ഇവിടുത്തെ വോ ആരാണ്. അപ്പം നമ്മൾ നടക്കുമ്പോൾ ആദ്യം എന്തായിരിക്കും, വടിയായിരിക്കും നടക്കുന്നത് അല്ലേ. വടി മുമ്പിൽ വെച്ചിട്ടാണ് നമ്മൾ നടക്കുന്നത്. അപ്പം ആ വോ എന്താണ്, ബാബയുടെ ചടിയാണ് അല്ലേ. ഏക് കദം വോ ചൽത്താ ഹി, ഒരു സ്റ്റെപ്പ് വടി പോകുമ്പോൾ അടുത്ത സ്റ്റെപ്പ് ബാബ പോകുന്നു. ബാബ ഓർ ബാബ की छड़ी. ദോനോ മേം സെ കോയി അഖേല ചൽ നഹി സക്താ, രണ്ടുപേരിലും, ദോനോ രണ്ടുപേരും, കോയി അഖേല ചൽ നഹി സക്ത, അഖേല മീൻസ് ഒറ്റയ്ക്ക്, രണ്ട് പേരിൽ ആർക്കെങ്കിലും ഒരാൾക്ക് ഒറ്റയ്ക്ക് നടക്കാൻ പറ്റില്ല. വടിക്ക് ഒറ്റയ്ക്ക് പോകാൻ പറ്റില്ല, പൂപ്പന് ഒറ്റയ്ക്ക് പോകാൻ പറ്റില്ല. ഹാത്ത് അഗർ ചൂട്ടേത്തോ, കൈ ഒരു പക്ഷേ താഴെ പോയാൽ, കൈ വിട്ടുപോയാൽ, പിടി വിട്ടുപോയാൽ, ദോനോ ഗിർപട്ടി, രണ്ടുപേരും താഴെ വീഴും. ഇക്ക് ജവാ ഇക്ക് ബൂട്ടാഹി, ഇക്കെന്ന് മനസ്സിൽ ഏക്ക്, ജവാ മീൻസ് ജവാൻ, യുവാവ്, ഇക്ക് ഏക്ക് ബൂട്ടാഹി, ബൂട്ട മീൻസ് പ്രായമായ ആൾ, വൃദ്ധനാണ്. അപ്പോൾ ഒരാൾ ജവാനും, ഒരാൾ യുവാവും, ഒരാൾ വൃദ്ധനുമാണ്. ബാബ ഓർ ബാബാക്കി ചടി, ബാബയും ബാബയുടെ വടിയും. അപ്പോൾ ഇതാണ് ഈ പാഠഭാഗം. ഇതിലൂടെ നമുക്ക് എന്താണ് മനസ്സിലാക്കാൻ കഴിയുന്നത്, ജീവിതത്തിലെ ഓരോരോ അനുഭവങ്ങളാണ്. പ്രായമായവരെ നമ്മൾ സ്നേഹിക്കുക, പ്രായമായവർക്ക് നമ്മൾ ആശ്രയമാവുക, പ്രായമായവർക്ക് നമ്മൾ സപ്പോർട്ട് കൊടുക്കുക, അവരെ ഒറ്റപ്പെടുത്തരുത്, അവർക്ക് എപ്പോഴും നമ്മൾ തണലായിരിക്കുക. കുട്ടികളായ നിങ്ങൾക്ക് ഇതുപോലെയുള്ള പാഠഭാഗങ്ങൾ തരുന്നത് എന്തിനാണ്, എപ്പോഴും നമ്മുടെ വീട്ടിലൊക്കെ ഗ്രാൻഡ് പേരൻസ് ഉണ്ടാവും അല്ലേ, അവരെയൊക്കെ നമ്മൾ സംരക്ഷിക്കണം, അവർക്ക് ആശ്രയമാകണം, അവർക്ക് എപ്പോഴും തണലാവണം, അവരെ എപ്പോഴും നമ്മൾ ചേർത്ത് പിടിക്കണം, അവരെ ഒറ്റപ്പെടുത്തരുത്. ഈ വടി പോലെ, ബാബയുടെ വടി പോലെ നമ്മളെപ്പോഴും അവരോടൊപ്പം ഉണ്ടാവണം, അവർക്ക് താങ്ങായിട്ട് എപ്പോഴും അവരെ സ്നേഹിക്കണം, അവർക്ക് ആശ്രയമായിരിക്കണം. ഈ ഒരു മെസ്സേജാണ് നമുക്ക് ഈ ഒരു പാഠത്തിലൂടെ കിട്ടുന്നത്. കുട്ടികൾക്ക് എല്ലാവർക്കും ഒരു ചാപ്റ്ററിൻ്റെ കണ്ടൻറ്റ്, അതിൻ്റെ ഉള്ളടക്കം മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. എല്ലാ കുഞ്ഞുങ്ങളും നല്ലതുപോലെ ടെക്സ്റ്റ് വായിക്കണം. ടെക്സ്റ്റ് വായിച്ചാലേ കുഞ്ഞുങ്ങൾക്ക് എഴുതാൻ പറ്റും കേട്ടോ. കവിതയിൽ നിന്ന് ആസ്വാദന ടിപ്പണിയൊക്കെ ആയിരിക്കും ചോദിക്കുന്നത്, ആശയം ചോദിക്കും, ഭാവാർത്ഥമൊക്കെ ചോദിക്കും. അപ്പോൾ നല്ലതുപോലെ വായിക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. Okay, thanks for watching.